മെയ് 7-ന് മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പിന് സാക്ഷിയാവേണ്ടതാണ് ഗോവയെങ്കിലും അതിന്റെ ഒരു ആവേശവുമില്ല അവിടെ. സ്ഥാനാർത്ഥികൾ വീടുകൾ കയറിയിറങ്ങി വോട്ട് തേടുന്നില്ല. ചുമരെഴുത്തുകളില്ല, പോസ്റ്ററുകളില്ല, ജാഥകൾ എന്ന കേട്ടുകേൾവി പോലുമില്ല. പേരിലെ അക്ഷരങ്ങളുടെ എണ്ണം പോലെ തന്നെയാണ് ഗോവയിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെയും എണ്ണം. 2 നോർത്ത് ഗോവയും സൗത്ത് ഗോവയും. നോർത്ത് ഗോവ BJPക്കൊപ്പം നിൽക്കുമ്പോൾ സൗത്ത് ഗോവ കോൺഗ്രസിന് കൈകൊടുക്കും. വർഷങ്ങളായി ഇതാണ് പതിവ്. എന്നാൽ ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തിലെ ചില പാളിച്ചകളും ഇന്ത്യയുടെ വരവും ഇരു മുന്നണികളിലെയും വിജയത്തെ സ്വാധീനിക്കുമെന്നാണ് വിലയിരുത്തൽ. നോർത്ത് ഗോവയിൽ സിറ്റിംഗ് MPയും കേന്ദ്ര വിനോദസഞ്ചാര സഹമന്ത്രിയുമായ ശ്രീപദ് നായിക്കിനെയാണ് BJP ഇറക്കിയിരിക്കുന്നത്. കോൺഗ്രസ് ആകട്ടെ ഒട്ടേറെ ചർച്ചകൾക്കൊടുവിൽ മുൻ കേന്ദ്രമന്ത്രിയായ രമാകാന്ത് ഖലാപ്പിനെയാണ് സ്ഥാനാർത്ഥിയാക്കിയത്. ജാതീയത വോട്ടായി മാറുന്ന ഗോവ രാഷ്ട്രീയത്തിൽ ഇരുവരുടെയും മത്സരം ഇത്തവണ കടുക്കും. രണ്ടുപേരും ഭണ്ഡാരി ജാതിക്കാരായതുകൊണ്ട് തന്നെ ജാതി വോട്ട് ആരുടെ പെട്ടിയിലാവുമെന്ന് കണ്ടറിയണം. അത് വിജയത്തിന്റെ ചാലകമാകും. സൗത്ത് ഗോവയിൽ സ്ഥിതി നേരെ മറിച്ചാണ്. 2 സ്ഥാനാർത്ഥികളും പുതുമുഖങ്ങൾ. BJPയുടെ സ്ഥാനാർത്ഥി അതിസമ്പന്നനും ഖനിയുടമയും കോടികളുടെ ആസ്തിയുമുള്ള ഡംബോ ഗ്രൂപ്പ് ഉടമയായ ശ്രീനിവാസ ഡംബോയുടെ ഭാര്യ പല്ലവി ഡംബോയാണ്. രാഷ്ട്രീയത്തിൽ മുൻപരിചയമില്ലാത്ത പല്ലവിയെ MP സ്ഥാനാർത്ഥിയാക്കിയതിനു പിന്നിലുള്ള ലക്ഷ്യം നിലാവ് പോലെ വ്യക്തം. അതേസമയം കോൺഗ്രസ് നിർത്തിയിരിക്കുന്നത് നാവികസേനയിൽ നിന്ന് വിരമിച്ച പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ ക്യാപ്റ്റൻ വിരിയാറ്റോ ഫെർണാണ്ടസിനെയാണ്. സിറ്റിംഗ് MPയും ജനപ്രിയനുമായ ഫ്രാൻസിസ്കോ സർദിനയെ നിഷ്കരണം വെട്ടിയാണ് ക്യാപ്റ്റനെ സ്ഥാനാർത്ഥിയാക്കിയത്. MP കുപ്പായം തയ്പ്പിച്ച് സ്ഥാനാർത്ഥിയാവാൻ കാത്തിരുന്ന സർദിനയെ അവസാന നിമിഷം ഒഴിവാക്കിയത് പ്രവർത്തകർക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വോട്ടിനെ ബാധിക്കുമെന്നും കരുതപ്പെടുന്നു. എന്നാൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമാണ് സൗത്ത് ഗോവ. മതവികാരം വിരിയാറ്റോയ്ക്ക് അനുകൂലമാകുമെന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40 മണ്ഡലങ്ങളിൽ 28 ഇടങ്ങളിലും താമര വിരിഞ്ഞു. മറ്റ് കൂട്ടുകക്ഷികൾ 5 സീറ്റുകൾ കൂടി സ്വന്തമാക്കിയതോടെ 33 സീറ്റുമായി പ്രമോദ് സാവന്ത് മന്ത്രിസഭയിലുണ്ടായി. കോൺഗ്രസിനാവട്ടെ വെറും 3 സീറ്റ്. കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത ആം ആദ്മി പാർട്ടിക്ക് 2 സീറ്റും. ഗോവ ഫോർവേഡ് പാർട്ടി, റെവല്യൂഷണറി ഗോവൻസ് പാർട്ടി എന്നിവർ ഒരേ ഒരു സീറ്റും നേടി. എന്നാൽ ലോക്സഭാ പോരാട്ടം വരുമ്പോൾ കളി മാറും. ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല. ഇന്ത്യ എന്ന പ്രതീക്ഷയും വിജയത്തെ സ്വാധീനിക്കും. പ്രാദേശിക പാർട്ടികളായ മഹാരാഷ്ട്രവാദി ഗോമന്ത് പാർട്ടി, ഗോവ ഫോർവേഡ് പാർട്ടി എന്നിവയ്ക്കും വിജയത്തെ സ്വാധീനിക്കാനുള്ള കെൽപ്പുണ്ട്. ജനാധിപത്യത്തെ സംരക്ഷിക്കാനും അഴിമതിരഹിത ഭരണത്തിനുമായി ഇത്തവണത്തെ വോട്ട് വാഷിംഗ് മെഷീൻ പൊളിറ്റിക്സിന് നൽകണമെന്ന് MP ശശി തരൂർ. സൗത്ത് ഗോവ സ്ഥാനാർത്ഥി ക്യാപ്റ്റൻ വിരിയാറ്റോ ഫെർണാണ്ടസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി 2 ദിവസം ഗോവയിൽ എത്തിയതായിരുന്നു തരൂർ. എല്ലാം ഒന്ന് വൃത്തിയാവാനുണ്ട്. പതിറ്റാണ്ടുകൾ ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് വികസനോന്മുഖമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഈ സർക്കാർ അതല്ല ചെയ്തത്. ജനാധിപത്യത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ് സർക്കാർ എന്ന് തരൂർ പറഞ്ഞു.